കടുത്ത പൊട്ടിത്തെറിക്കിടെ KPCC പുനഃസംഘടനയിൽ അടുത്തയാഴ്ച തീരുമാനമുണ്ടാകും. നേതൃമാറ്റം വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാ നേതാക്കന്മാർക്കും ഒരുപോലെ സമീപിക്കാൻ കഴിയുന്ന നേതാവല്ല VD സതീശൻ എന്ന വിമർശനത്തിന് പിന്നാലെയാണ് നേതൃമാറ്റം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നത്. KPCC രാഷ്ട്രകാര്യ സമിതിയിലെ വാക്പോരും നേതാക്കൾ VD സതീശനെ വളഞ്ഞിട്ടാക്രമിച്ചതിന് പിന്നാലെയാണ് പുനഃസംഘടനയിൽ നേതൃമാറ്റം വേണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നത്. കടുത്ത വിമർശനങ്ങൾക്കും വിഭാഗീയതയ്ക്കുമിടയിൽ KPCC പുനഃസംഘടനാ തീരുമാനം അടുത്ത ആഴ്ച ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. നേതൃമാറ്റം വേണമെന്ന് ദീപാദാസ് മുൻഷിയോട് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ആരെന്ന് AP അനിൽകുമാർ ചോദിച്ചതോടെ നേതാക്കൾ തമ്മിൽ തർക്കമായി. നേതാക്കൾ ഐക്യത്തിൽ നിന്നില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന് ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. AP അനിൽകുമാറും ശൂരനാട് രാജശേഖരനും KC വേണുഗോപാൽ പക്ഷമാണ്. കൊടിക്കുന്നിൽ സുരേഷ് ഒരു പക്ഷത്തിലുമില്ല. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ സതീശനെ വളഞ്ഞിട്ടാക്രമിക്കാൻ ലഭിച്ച അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തി. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. നിലവിൽ KPCCയിൽ അടിയന്തരമായി നേതൃമാറ്റം വേണമെന്ന ആവശ്യമാണ് പരിഗണനയിലെടുക്കുന്നത്. ഇതിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനമുണ്ടാകും. ജനം, തിരുവനന്തപുരം.